ഹായ് ഹലോ എല്ലാവർക്കും ഷെയർസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. ഇതാണ് സാധനം. നല്ല സ്പൈസി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇഡ്ഡലി ഒരു 6 ഇഡ്ഡലി ഇതുപോലെ 4ആയിട്ട് മുറിച്ചത്, പിന്നെ 2 ചെറിയ സവാള ക്യൂബ്സായിട്ട് മുറിച്ചത്, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരല്ലി, അത്ര ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ കറിവേപ്പില കുറച്ച്, ഒരു 2 കതിർപ്പ്, പിന്നെ പച്ചമുളക് ഒരെണ്ണം നീളത്തിൽ മുറിച്ചത്, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, പഞ്ചസാര, ഉപ്പ്, പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. പഞ്ചസാര കുറച്ച് നമ്മളിടും, ഇപ്പം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ പാനിലേക്ക് ഇഡ്ഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടാൽ മതി, അത് മുങ്ങുന്ന അത്രയും എണ്ണ വേണമെന്നില്ല. കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. നല്ല ക്രിസ്പി ആവും ഇത് ഇഡ്ഡലി. ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. കണ്ടില്ലേ? കരിയാൻ പാടില്ല കേട്ടോ, പക്ഷെ നല്ല ബ്രൗൺ നിറമാവണം. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇഡ്ഡലിയും കൂടെ ഇടാം. ഇതും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് പൊടിഞ്ഞു പോവാതെ കിട്ടും. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഒരുപാടാണെങ്കിൽ ഭയങ്കര എണ്ണയാവും. ഇതും ആയി കിട്ടി. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പം അതിൽ കുറച്ച് എണ്ണ കൂടുതലുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. അതിലേക്ക് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ആ ഇഞ്ചി അതിലേക്ക് ഇടുക. ശേഷം വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ, അതിങ്ങനെ മുറിച്ചെടുക്കുക. എനിക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. പകരം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഞാൻ സാധനം എടുത്ത് വച്ചേക്കുമ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അതൊന്ന് നന്നായിട്ട് നിറം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചമുളക് ഇടാം. ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് എടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് സവാള ഇടാം. 2 ചെറിയ സവാളയാണ്, വലിയ സവാളയാണെങ്കിൽ ഒരു സവാള ഇട്ടാലും മതി. ഇപ്പം നമ്മൾ ഈ ഫങ്ഷനൊക്കെ ചിലപ്പോൾ മിക്കവാറും രാവിലെ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ആണ് ഉണ്ടാക്കാറ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇഡ്ഡലി അധികം വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വൈകിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. വേറെ ടേസ്റ്റ് ആകുമ്പോൾ നല്ലതാണല്ലോ. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളായിരിക്കും. അപ്പോൾ ഈ ഇഡ്ഡലി പോലത്തെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ അതിനെ രൂപമാറ്റം വരുത്താവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് ഉപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഒരുപാട് ഉപ്പായി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇഡ്ഡലിക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇതിനകത്ത് ഉപ്പിട്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരല്പം
കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. കുറച്ച് മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെളുത്തുള്ളി ഒരുപാട് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എരിവ് ഒരുപാട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി സോസ് ഒഴിക്കാം നമുക്ക്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അത് ഒഴിക്കാം. അതൊരു 2-3 ടീസ്പൂണോളം ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അല്പം സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയ സോസ് കുറച്ച് മതി, ഒരുപാട് ഒഴിക്കണ്ട. ഇനി അത് ഇളക്കി കൊടുക്കുക. ഒരല്പം പഞ്ചസാര ഇടുക. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. എന്നുവെച്ചാൽ നമ്മളിതിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇടാം. അത് നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇഡ്ഡലി ഫ്രൈ ചെയ്യണ സമയം ഉള്ളി വഴണ്ട് വരുന്ന സമയമേ ഉള്ളൂ ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ. ബാക്കിയൊക്കെ എളുപ്പമല്ലേ. സോസുകളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അല്പം കറിവേപ്പിലായിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അതല്ല നല്ല കളർഫുള്ളാണ്. സോസ് ഇതിന് മസ്റ്റാണ് കേട്ടോ. ഇനി ഇഡ്ഡലിയൊക്കെ ബാക്കി വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നോട് അഭിപ്രായം പറയുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.